രക്ഷകന് വേണ്ടി ലോകം നൂറ്റാണ്ടുകളോളം കാത്തിരുന്നു. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ആ കാത്തിരിപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടു. പ്രതാപത്തോടും പ്രൗഢിയോടും തേജസ്സോടും കൂടി അവൻ സമ്പന്നതയുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീഴുമെന്ന് അവർ കരുതി. ഹാ കഷ്ടം! അനന്യനായ ആ രാജൻ പിറന്നതോ തികച്ചും വിനയാൻവിതനായി. ഒരു കാലിത്തൊഴുത്ത് അവന് കൊട്ടാരമായി, ഒരു കാലിക്കൂട്ടം അവന് സേവകരായി, പിള്ളക്കച്ച അവന് കമ്പിളിയായി. ആരവങ്ങളില്ലാതെ, ആർപ്പുവിളികളില്ലാതെ രക്ഷയുടെ സദ്വാർത്തയുമായി ആ രക്ഷകൻ ലോകത്തിലേക്ക് കടന്നു വന്നു. ക്രിസ്മസിൻ്റെ ഈ മഹത്തായ സന്ദേശമാണ് ക്ലെയർ ബിജു സംഘവും നിങ്ങളിലൂടെ പങ്കുവെക്കുന്നത്. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരാ. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരാ. വർണ്ണരാജികൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. തേജസ് മുന്നിൽ കണ്ടു അവർ ബേഥലേം തന്നിൽ വന്നു. രാജാതിരാജന്റെ പൊൻതിരുമേനി അവർ കാലിത്തൊഴുത്തിൽ കണ്ടു. വർണ്ണരാജികൾ വിടരും വാനി, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ. താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. മന്നവർ മൂവരും ദാവീദിൻ സുതനേ, മന്നവർ മൂവരും ദാവീദിൻ സുതനേ. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു. കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു.